ഒറ്റ ശിഖരം റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹൻ മേനോൻ സാറിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഞാനൊരു വിശേഷം പറയാൻ വിളിച്ചതാണ്, മീനാക്ഷി പ്രസവിച്ചു എന്ന് പറയുന്നതോടുകൂടി മേനോൻ സാർ വളരെയേറെ സന്തോഷിക്കുകയാണ്. എന്നിട്ട് താനിത് ഇപ്പോഴാണോ പറയുന്നതെന്ന് മേനോൻ സാറ് പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, പ്രസവിക്കുന്നതിന് മുന്നേ എങ്ങനെ പറയാനാ സാറേ, ഇപ്പം പ്രസവിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഈ സന്തോഷം മേനോൻ സാറ് അങ്കിതയോട് പറയുന്നുണ്ട്. മീനാക്ഷി പ്രസവിച്ചു എന്ന് പറയാനാണ് ചന്ദ്രമോഹൻ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മേനോൻ സാറ് ചോദിക്കുന്നുണ്ട്, ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ എല്ലാവരും ഉണ്ടോ എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട്. തുളസി ചേട്ടൻ, ചേച്ചി അവർക്കൊക്കെ സന്തോഷമായടോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, സന്തോഷമൊക്കെ കുറവാണ് സാറേ. ആ തുളസി ചേട്ടനാണെങ്കിൽ എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചതുപോലെയാണ് പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, അയാളെ വിട്ടേക്ക്, അയാൾ വേറൊരു ജീവിയാണെന്ന് പറയാണ്. അങ്കിത വന്ന് ചോദിക്കുന്നുണ്ട്, കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന്. ഇത് കേൾക്കുന്ന മേനോൻ സാറ് പറയുന്നുണ്ട്, അതാരായിക്കോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല, ആൺകുട്ടിയായാലും സന്തോഷം, പെൺകുട്ടിയായാലും വളരെ വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, സാറേ പെൺകുഞ്ഞാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മേനോൻ സാറ് പറയുന്നുണ്ട്, മതി, ഇതിൽ കൂടുതൽ ഇനി സന്തോഷം എനിക്ക് ഉണ്ടാവാനില്ലല്ലോ എന്ന് പറയുന്നു. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ഇപ്പം തന്നെ വരാം എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, വന്നാലും നാളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇവിടെ എല്ലാവരും ഉള്ളതല്ലേ എന്ന് പറയുന്നു. അപ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, അതിലൊരു അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ കയറി കണ്ടോളാം എന്നെല്ലാം പറയാണ്. അപ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, സാറ് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറയുന്നു. ഫോണെല്ലാം വെച്ചതിന് ശേഷം മുകുന്ദൻ അങ്കിതയെ വളരെയേറെ സന്തോഷത്തോടെ നോക്കുന്നു. ഇത് കേൾക്കുന്ന അങ്കിത ചോദിക്കുന്നു, എന്താ മുകുന്ദ് ഇങ്ങനെ നോക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഇന്നലത്തെ അങ്കിത അല്ലടോ, താനൊരു പുതിയ അങ്കിതയാണെന്ന് പറയുന്നു. ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് താനെന്ന് പറയുന്നതോടെ അങ്കിത വളരെയേറെ സന്തോഷിക്കുകയാണ്. അങ്കിത തിരിച്ചും പറയുന്നുണ്ട്, അപ്പോൾ മുകുന്ദ് ശരിക്കും അച്ഛനായില്ലേ എന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയേറെ സന്തോഷിക്കുകയാണ്. എന്നാൽ ഇനി സംസാരിച്ച് നിൽക്കണ്ട, വേഗം റെഡിയായിക്കോളും എന്ന് മുകുന്ദൻ സാറ് അങ്കിതയോട് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മീനാക്ഷിയെ റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്യാണ്. അപ്പോൾ പ്രസന്ന ചോദിക്കുന്നുണ്ട്, സിസ്റ്ററെ മീനാക്ഷി ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണോ? അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ പ്രസന്ന ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെയും കൊണ്ടുവരുമല്ലോ എന്ന്. അതേ, പിന്നല്ലാണ്ട് കുഞ്ഞിനെയും കൊണ്ടുവരുമെന്ന് പറയുന്നു. അമ്മയുടെ അടുത്ത് തന്നെയല്ലേ കുഞ്ഞും വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, കുഞ്ഞിനെ അവർക്ക് കൊടുക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് പറയുന്നു. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ആർക്ക് കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, ഇല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറയുന്നു. ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.